ഞാനാണ് ഈ ഏഞ്ചൽ വിങ്സ് എന്ന് പറഞ്ഞൊരു പെറ്റ് ഫാമിൽ നിന്ന് കീഴത്തുള്ള ഒരു പെറ്റ് ഫാമാണ്. അവിടെ ഞാൻ ഒരു 2 നൈഫ് ഫിഷ്, 2 ജയൻറ്റ് ഗബ്രാമിയും പിന്നെ ഒരു 20 കോഴിക്കാർക്കും മേടിച്ചായിരുന്നു. അതിന്ന് വന്നു കൊറിയർ എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി കൊറിയറിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഇത് മീനെ എടുക്കാൻ വേണ്ടി പോവാണ്. കൊറിയർ ഓഫീസ് എത്തി. ഇനി മീനെ എടുക്കാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൊറിയർ കിട്ടിയിട്ടുണ്ട്. ഇനിയും വീട്ടിലോട്ട് പോകാം. കവർ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. കോഴിക്കാർപ്പിനൊന്നും പറ്റിയിട്ടില്ല. ഞാനെന്തായാലും നൈഫ് ഫിഷിനെ ഈ അക്വേറിയത്തിലോട്ട് ഇടാൻ പോവാണ്. ഇനി നൈഫ് ഫിഷിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിക്കാൻ പോവാണ്. ഇതിനകത്താണ് നൈഫ് ഫിഷ് ഉള്ളത്. ഞാൻ വെച്ച് ഇതിന് പൊട്ടിച്ച് തുടങ്ങി. ഇതിന് നമ്മൾ ഓസ്കാറിൻ്റെ കൂടെ ഇപ്പോൾ ഇടാം. നമ്മൾ ഇനിയും കുറച്ച് മോൺസ്റ്റർ ഫിഷസിനെയും കൂടെ മേടിക്കുന്നുണ്ട്. നമ്മൾ ഇനിയും ഒരു 2 അലിഗേറ്ററും പിന്നെ 2 അരോണയുമാണ് മേടിക്കാവുന്നത്. ഇതാണ് നമ്മുടെ നൈഫ് ഫിഷ്. നല്ല വലിപ്പമുണ്ട്. ഈ കവർ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളം വരുന്നു. വെള്ളം ഇച്ചിരി ലീക്കാവുന്നു. നമ്മുടെ ഫസ്റ്റ് നൈഫ് ഫിഷ് നമ്മൾ ഇടാൻ പോവാണ്. ഇതിനകത്ത് നമ്മൾ നൈഫ് ഫിഷ് ഇടും. ഞാൻ അതിനെ ഇടാൻ പോവാം. നമ്മളത് നമുക്ക് വിടാം, പതുക്കെ വിടാം. ഒരു നൈഫ് ഫിഷ് അതിനകത്തോട്ട് പോയിട്ടുണ്ട്. അവിടെ ഓസ്കാർ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഈ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് നീക്കി വെക്കാൻ പോവാണ്. എനിക്ക് ഈ ഓസ്കാറുകളും ഈ നൈഫ് ഫിഷും ഒക്കെ ഇടയിൽ കയറിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഈ ഫിൽറ്റർ ഒന്ന് ആ മണ്ടയ്ക്ക് ഒന്ന് എയറൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് നൈഫ് ഫിഷ്. ഗൈസ് ഇപ്പോൾ ഞാൻ ഓസ്കാറിന് ചെമ്മീൻ കൊടുക്കുന്ന സമയത്ത് ഓസ്കാറാണെങ്കിൽ ചാടി വന്നിപ്പോൾ അടിക്കും ഗൈസ്. ഇപ്പോൾ പക്ഷേ തീറ്റ കൊടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് അത് ഇപ്പോൾ കഴിക്കത്തില്ല. അടുത്ത പാക്കറ്റ് കൊടുക്കുക. ഗൈസ് ഇനി ഇതിനകത്ത് കോഴിക്കാർപ്പാണുള്ളത്. അത് നമ്മൾ താഴത്തെ ടബിലാണ് ഇടുന്നത്. ഇതിനകത്ത് ജയൻറ്റ് ഗബ്രാമിയെയും താഴെ തന്നെയാണ് ഇടുന്നത് ഗൈസ്. അക്യൂരിറ്റി ഇപ്പം മോൺസ്റ്റർ ഫിഷൊന്നും ഞാൻ ഇടാൻ പോകുന്നത്. ഈ റബ്ബർ ബാൻഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ള അടുത്ത കവറ് നമ്മളിനിയും ഇതിനെ കൊണ്ടുപോവാണ് താഴോട്ട്. നമ്മൾ പുറത്തെത്തി. ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട്. ഇതിനകത്ത് 4.2 kilograms എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതൊരു കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഫാം ചെയ്യുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെയൊക്കെ വേറെ പുതിയ ബേസിനൊക്കെ വെച്ച് ഞാൻ അതുകൊണ്ട് ഇത്രയും ബേസൺസ് വെച്ചു. ഇനി നമ്മളാണെങ്കിൽ മീനെ ഇനി റിലീസ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ കോഴിക്കാർപ്പിനെയാണ് എടുക്കുന്നത്. ജയൻറ്റ് ഗബ്ര ആദ്യം ഇടാം. കോഴിക്കാർപ്പ് വലിയ സൈസൊന്നുമല്ല, ചെറുതാണ്, ഇത്തിരി വലുതുമല്ല. ഞാനിത് പൊട്ടിക്കാം. ഇത് ഗൗരാമിയാണ്. ഒരു വില കിട്ടുന്നുണ്ട്. അതുകൂടെ കളയാം.
ഗൗരാമി ഇതിനകത്തുണ്ട്. ഇതിനകത്താണ് ഗൗരാമി. പാക്കറ്റ് ചെറുതായിട്ടൊരു ഓട്ട പോലെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാറ് നമുക്ക് ഇതിനെ നമുക്ക് ഇപ്പം നമ്മൾ ഈ ടാങ്കിലോട്ടാണ് ഇടാൻ കാണിച്ചിരുന്നു. നമുക്ക് ഈ ടാങ്കിലോട്ട് ഇപ്പോൾ ഇടാം. ഞാൻ ഇവിടോട്ട് നിൽക്കുന്നുണ്ട്. ചെറിയ ഗൗരാമിയാണ്, ഒത്തിരി എളുപ്പമൊന്നുമില്ല, ബ്ലാക്കാണ്. ഓ ഇതിനകത്ത് ഒത്തിരി വെള്ളമില്ല, അതുകൊണ്ടായിരിക്കും. ഇതിനകത്തുണ്ട്. ഇതാണ് ഇവിടെ ഫസ്റ്റ് ജയന്റ് ഗൗര. ഇതിനിട്ട് ഇനി അടുത്തത് ഇവിടെ ഉണ്ട്. അതിനെ നമ്മൾ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അടച്ചു വെക്കുകയാണ്. ഇനി നമ്മുടെ കയ്യിലുള്ള ഇനിയും വലിയ ഇനിയും കുറേ കോഴിക്കാർപ്പാണ്. ഇത് ഒത്തിരി ഉണ്ട്. 20 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇനിയും പൊട്ടിക്കുന്നുണ്ട്. എൻ്റെ പൊട്ടിക്ക് ഇച്ചിരി പാടാണ്. ഇതിനകത്തും ചെറിയ ഓട്ട പോലെ വീണിട്ടുണ്ട്. നമ്മൾ ഈ പൊട്ടിക്കുകയാണ്. ഇത് ശരിക്കും നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഈ കവറിലൊക്കെ വെള്ളം കിടക്കുന്നുണ്ട്. ഇതിനകത്ത് കൊഹാക്കും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കോഴിക്കാർപ്പിൽ കാണിച്ചു തരാം. കണ്ടീസ് ഇതൊക്കെയാണ് ഉള്ള വെറൈറ്റീസ്. ഞാൻ ഓരോന്നിനായിട്ട് കാണിച്ചു തരാം. ഗൈസ് ഇതിനകത്ത് കൂടുതൽ ട്രൈ കളറാണ്. ഞാനതിനെ ഇടാൻ പോവാണെങ്കിൽ ഇതിന് ഏത് ടാങ്കിലോട്ട് ഇടണമെന്ന് നോക്കണം. ഇതിന് നമ്മൾ ഈ ചെറിയ താഴെ വെച്ച് ആ ടാങ്കുകളിലായിട്ടാണ് ഇടാൻ പോകുന്നത്. ഇത് കുറേ എണ്ണമുണ്ട്. ഒരെണ്ണത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഗൈസ് ഇത് നമ്മൾ ഗ്രേഡിങ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും ടാങ്ക് ഞാൻ വെച്ചേക്കുന്നത്. 2 എണ്ണത്തിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതിനെ എല്ലാത്തിനെയും ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. പലതും പല പല സൈസാണ്. ഇതിനകത്ത് കൂടുതലും കൊഹാക്ക് തന്നെയാണ്. പിന്നെ കബൂത്ത പോലത്തെ കുറച്ചെണ്ണമുണ്ട്. ഇതിന് ഹെഡ് നല്ലതായിട്ട് ഏറിയതൊക്കെ ഉണ്ട്. ഇതിനകത്ത് ട്രൈ കളർ എല്ലാം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇനി എല്ലാത്തിനും ഇട്ടിട്ടേ കാണും. സ്വർണ്ണത്തിന് ഞാൻ ഇതിന് എല്ലാത്തിനും ഇനിയും ഗ്രേഡിങ് ചെയ്യേണ്ടതാണ്. ഇവിടെ കുറേ ഉണ്ട്. അതിനെല്ലാത്തിനും ഗൈസ്. അപ്പോൾ ഇനി മുഴുവൻ പിടിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു. ഇതിനകത്ത് കുറച്ചെണ്ണം കിടക്കുന്നുണ്ട്. അതിനകത്താണ് ഗൗരാമി 2 എണ്ണം കിടക്കുന്നത്. ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ട്രൈ കളറും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും അതൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് 3 എണ്ണത്തിനെ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്താണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഇതും അവിടെ ഇനിയിപ്പോൾ 3 വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനെ ഇനിയും ഗ്രേഡിങ് ചെയ്യണമെങ്കിൽ അത് ഇനി ഞാൻ ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.